ഹലോ ഫ്രണ്ട്സ്, യു കെയിലെ ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ വർക്കർ വിസകളിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും അറിയുന്നതുപോലെ തന്നെ ഗവൺമെൻറ് ഇപ്പോൾ നെറ്റ് ഇമിഗ്രേഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള വിസകൾ കൊടുക്കുന്നത് തൽക്കാലത്തേക്ക് അവർ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മളിത് പറയുമ്പോൾ യു കെയിലേക്ക് വരുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ നേഴ്സസിൻ്റെയോ വിസകൾ അവർ പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. പക്ഷെങ്കിൽ ഇതിൽ വലിയൊരു കുറവ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം, അതായത് 2023 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഏകദേശം 50,900 ഹെൽത്ത് കെയർ വിസകൾ നൽകിയിരുന്ന ആ ഒരു സ്ഥാനത്ത് 2024 ജനുവരി മുതൽ ഈ ഒരു ഏപ്രിൽ മാസം വരെ കേവലം 12,400 വിസകൾ മാത്രമാണ് യു കെ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഏകദേശം 76% ഇടിവാണ് വന്നിരിക്കുന്നത്. യു കെ ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത നയമായിരുന്നു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ യു കെയിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് യു കെയിലേക്ക് വരുന്ന കെയറർ വിസകളിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസകൾ അവർ ഏപ്രിൽ മുതൽ നിർത്തലാക്കിയത്. ഈ ഒരു കെയറർ വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസകൾ നിർത്തലാക്കിയതോടുകൂടി യു കെയിലേക്ക് വരുന്ന കെയറർമാരുടെ എണ്ണത്തിലും വലിയ കുറവ് വരുന്നുണ്ട്. നമുക്കറിയാം, ഈ ഒരു 5 ലക്ഷം മുതൽ 20 ലക്ഷം രൂപ വരെ മുടക്കിയിട്ടാണ് ഡൊമസ്റ്ററി കെയർ വിസകളിൽ പോലും യു കെയിലേക്ക് ആൾക്കാർ വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് അവർക്ക് ഫുൾ ഫാമിലി ആയിട്ട്, ഇപ്പോൾ ഒരു കെയർ വിസ എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ, ആഫ്രിക്കൻ കൺട്രികളിൽ നിന്നൊക്കെ യു കെയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഒരു കെയർ വിസയിൽ അവരുടെ ഡിപ്പെൻഡ് ഉൾപ്പെടെ 7-8 പേരായിരിക്കും ഒരു ഫാമിലിയിൽ അവർ യു കെയിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പക്കൽ യാതൊരു കൺട്രോളും ഇല്ലാതെ നെറ്റ് എമിഗ്രേഷൻ വലിയ രീതിയിൽ കുതിച്ചു. മാത്രമല്ല, ഇനിയിപ്പോഴൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് യു കെയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ CQC, അതായത് ക്വാളിറ്റി കെയർ കമ്മീഷന് അപ്രൂവ് ചെയ്തിരിക്കുന്ന ആ ഒരു നേഴ്സിംഗ് ഹോമിൽ മാത്രമേ ഇനിയിപ്പോഴൊരു വിസ കിട്ടിയിട്ട് യു കെയിലേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പക്ഷെങ്കിൽ ആ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോലുള്ള ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ 5 ലക്ഷം മുതൽ 15-20 ലക്ഷം രൂപ വരെ മുടക്കിയിട്ട് യു കെയിലെ ഒരു ഡൊമസ്റ്ററി കെയർ വിസയിൽ ജോലിക്ക് വന്നിട്ടുള്ളത്. അവരുടെയൊക്കെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇനിയിപ്പോൾ യു കെയിലേക്ക് വരാനിരിക്കുന്ന ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡൊമസ്റ്ററി കെയർ വിസകളിലോ ഒക്കെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവർക്ക് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. കാരണം കെയർ ക്വാളിറ്റി കമ്മീഷൻ റെഗുലേറ്റ് ചെയ്തിരിക്കുന്ന നേഴ്സിംഗ് ഹോമുകളിലായിരിക്കും അവർ വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. മാത്രമല്ല, അവർക്ക് വലിയ പണം മുടക്കാതെ തന്നെ യു കെയിലേക്ക് എത്താനും സാധിക്കും. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ NHS ഹോസ്പിറ്റലുകളിലെ നേഴ്സസിൻ്റെ വേക്കൻസികളാണ്. ഇപ്പോഴും ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലെ ഈ ഒരു ഹെൽത്ത് കെയർ മേഖലകൾ അല്ലെങ്കിൽ സോഷ്യൽ കെയർ മേഖലകളിൽ ഏകദേശം 1,50,000 ടോട്ടൽ വേക്കൻസികൾ ഉണ്ടെന്നാണ്. അതിൽ ഹെൽത്ത് കെയർമാരുണ്ട്, അതുപോലെ തന്നെ നേഴ്സസ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഏകദേശം 1,50,000 വേക്കൻസികളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഗവൺമെൻറ് അടുത്ത ഒരു ഇലക്ഷനിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ജൂലൈ മാസം 4-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു ഗവൺമെൻറ് ഭരണത്തിൽ ഏറ്റ് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു പുതിയ പരിഷ്കാരങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇവിടുത്തെ നെറ്റ് എമിഗ്രേഷൻ കുറയ്ക്കുക, അതേപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയ്ക്കുക, ഈ 2 കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ആ 2 കാര്യങ്ങളും ഇപ്പോഴേ ഗവൺമെൻറ് വിജയിച്ചിരിക്കുന്നു. നെറ്റ് എമിഗ്രേഷൻ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴേ യു കെയിലേക്ക് വരുന്ന ഇൻ്റർനാഷണലി വരുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് വരുന്ന ഈ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വരുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നേഴ്സായിട്ട് വരുന്ന ആൾക്കാരുടെ വിസകളോ പൂർണ്ണമായിട്ട് നിർത്തലാക്കും എന്നല്ല. നിങ്ങളെപ്പോലുള്ള യു കെയിലേക്ക് വരാനിരിക്കുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോഴൊരു ജൂലൈ മാസം പുതിയ ഒരു ഗവൺമെൻറ് ഭരണത്തിൽ വരുന്നത് വരെ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ ഇപ്പോഴും നിലനിൽക്കും. പുതിയൊരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ ഇനിയിപ്പോഴത്തെ ലേബർ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ അവർ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. NHS ഹോസ്പിറ്റലുകളിലെ ഈ ഒരു ലോങ് വെയിറ്റിംഗ് എന്നുള്ള ആ ഒരു ബാക്ക് ലോഗ് അവർ ഇല്ലാതാക്കും എന്നുള്ളതാണ്.
അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റുകൾ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് സ്റ്റാഫിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോഴേ പുതുതായിട്ട് ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 20 പോയിൻറ്റ്സ് പുറകിലാണ് ഇപ്പോഴത്തെ ഋഷി സുനക്കിൻ്റെ കൺസർവേറ്റീവ് പാർട്ടി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിലും അല്ലെങ്കിൽ UK ഒരു പൊതുവായിട്ടുള്ള കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ കഴിഞ്ഞ സംഭവങ്ങൾ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ലേബർ ഗവൺമെൻറ് ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ UK അടുത്ത ഭരണം നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വരുമ്പോൾ ഫ്രഷായിട്ട് ധാരാളം കാര്യങ്ങൾ അവർ ഏർപ്പെടുത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ NHS ഹോസ്പിറ്റലുകളിലെ ഇതുപോലുള്ള ലോങ് വെയിറ്റിംഗ് ആണ്. നമുക്കറിയാം ഒരു ഓപ്പറേഷനൊക്കെ NHS ഹോസ്പിറ്റലിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 1-2 വർഷമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് അവർ അതിലേക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ GPയിലൊക്കെ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലഭിക്കണമെന്നുണ്ടെങ്കിലും വലിയ ലോങ് ക്യൂ ആണ്. ഇപ്പോൾ തന്നെ ഇംഗ്ലണ്ടിലെ NHS ഹോസ്പിറ്റലിൽ ഏകദേശം 45,000-ഓളം വേക്കൻസികളാണുള്ളത്. മാത്രമല്ല UK ഇപ്പോഴേ ഈ ഒരു നേഴ്സിംഗ് കോഴ്സുകളിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണത്തിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2-3 കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇൻ്റർനാഷണലി റിക്രൂട്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവരെന്തായാലും ഇൻ്റർനാഷണലി റിക്രൂട്ട്മെൻറ്റുകൾ തുടരും. പക്ഷെങ്കിൽ ഇനി ഇപ്പോഴൊരു ഓഗസ്റ്റ് മാസത്തോടു കൂടിയായിരിക്കും ഈ ഒരു പ്രക്രിയകൾ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയിപ്പോഴേ കേരളന്മാരാണെന്നുണ്ടെങ്കിലും UK വരാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ കേരളന്മാർ വരുന്നവർക്കും ഇങ്ങനെയുള്ള കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ അവരുടെ ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് പുതിയൊരു ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രമേ അവർ തീരുമാനിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ നെറ്റ് മിഗ്രേഷൻ കുറച്ചു കൊണ്ടുവന്നു. ഇനിയിപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ വീണ്ടും ഡിപ്പെൻഡൻസിനെ UK കൊണ്ടുവന്നു കഴിഞ്ഞാൽ നെറ്റ് മിഗ്രേഷൻ വീണ്ടും കുതിച്ചു ചാടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും അവർ ഇതുപോലുള്ള ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഡിപ്പെൻഡൻസോ അല്ലെങ്കിൽ ഈ ഒരു കെയർ വിസയിൽ വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസയോ അവർ പുനർ ആരംഭിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു കെയർ വിസകളും അതുപോലൊക്കെ തന്നെ നേഴ്സസിന് UK വരാനുള്ള ആ ഒരു കാര്യങ്ങളും പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ്റും കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നെറ്റ് മിഗ്രേഷൻ കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം ടൈമിൽ 2023 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഏകദേശം 2,35,400 ആയിരുന്നത് ഇപ്പോൾ ഒരു സെയിം ടൈമിൽ 2024 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ അത് 1,75,500 ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. UK വരുന്ന ഡിപ്പെൻഡൻറ്റ് വിസയിൽ വലിയൊരു കുറവൊന്നും അനുഭവപ്പെട്ടില്ലെങ്കിൽ ഏകദേശം ഒരു 6% കുറവ് ഇപ്പോഴേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ ഒരു സെയിം ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ 2020 ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഏകദേശം 59,300 ഡിപ്പെൻഡൻസ് ഇവിടെ വന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 55,700 ഈ ഒരു സെയിം ടൈമിൽ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെയർ വിസകൾ വന്നിരിക്കുന്ന ഡിപ്പെൻഡൻറ്റ് വിസ നിർത്തലാക്കിയതുകൊണ്ടാണ്. മാത്രമല്ല നമുക്കറിയാം UK NHS ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു രീതിയിലും അവർക്ക് നെറ്റ് മിഗ്രേഷൻ കുറയ്ക്കാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. UK NHS ഹോസ്പിറ്റലുകളിലെ വേക്കൻസികൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ കെയർമാരുടെ റിക്രൂട്ട്മെൻറ്റുകളോ UK ഉടനടി ഇപ്പോൾ നിർത്തലാക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവർക്ക് ആർക്കും വരാൻ പറ്റത്തില്ല എന്ന് കേൾക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല. നമ്മൾ ഇതുപോലുള്ള പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്ത് അറിയിക്കുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു വീഡിയോ കാണുന്നതിന് എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം.